ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി റിലേറ്റഡ് വീഡിയോ ആണ് കേട്ടോ. എക്സാംസിനൊക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. മെയിനായിട്ടും ഞാൻ എങ്ങനെയാണ് എൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരുപാട് വളച്ചിട്ടൊന്നുമില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ടൈം ടേബിൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവുക, ഒരു ടൈം ടേബിൾ ഉണ്ടാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ടൈം ടേബിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ 24/7 പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇത്ര സമയം ഇത്ര സബ്ജക്റ്റ് പഠിക്കുക, ഇത്ര ടോപ്പിക് ഇത്ര മണിക്കൂറിൽ കവർ ചെയ്യും എന്നൊക്കെയുള്ളൊരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉണ്ടാവണം. പിന്നെ ചില ആൾക്കാർ രാവിലെ പഠിക്കുന്ന ആൾക്കാരായിരിക്കും, ചില ആൾക്കാർ രാത്രിയിൽ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർ. ഞാൻ രാത്രി പഠിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത്, ഞാൻ ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്നത് രാത്രി ആയതുകൊണ്ട് ആ ഒരു ബേസിസിലായിരിക്കും ടൈം ടേബിൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എനിക്കൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് തരുമെന്നൊക്കെ. ബെറ്റർ നിങ്ങൾ തന്നെ നിങ്ങൾക്കായിട്ടൊരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങളുടെ റൊട്ടീൻസ് എന്താണ്, നിങ്ങൾ ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈം എപ്പോഴാണ് എന്നൊന്നും വേറൊരാൾക്കും അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, ക്ലിയർ ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ പഠിക്കാനിരിക്കുന്ന സറൗണ്ടിങ്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത് അത്രയും വൃത്തിയുള്ള ഒരു സ്ഥലമായിരിക്കണം, നല്ല നീറ്റായിട്ടുള്ള സ്ഥലമായിരിക്കണം, ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം ഓർഗനൈസ്ഡ് ആകുമ്പോൾ നമ്മുടെ മനസ്സും ഓർഗനൈസ്ഡ് ആവും, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്കും ഒരു ചിട്ടയുണ്ടാവും. അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്ന സ്ഥലം നല്ല വൃത്തിയായിട്ട്, നല്ല നീറ്റായിട്ട്, നോയ്സ് ഒക്കെ നല്ല കുറവുള്ള ഒരു സ്ഥലത്ത് ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പറയാനാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ പഠിക്കാനിരിക്കുമ്പോൾ. നമ്മുടെ ബുക്സ്, നമ്മുടെ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ്, നോട്ട് പാഡ്, പേന, മാർക്കർ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഈ വല്ലയിടത്തും കൊണ്ട് വയ്ക്കാണ്ട് നമ്മൾ പഠിക്കുന്ന ഡെസ്കിൽ, ആ ഡെസ്കിൽ പഠിക്കുന്ന സ്ഥലത്ത് കൈ എത്തുന്നിടത്ത് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എക്സാമ്പിൾ വാട്ടർ ബോട്ടിൽ, നമ്മൾ പഠിക്കുന്നിടത്ത് തന്നെ ആ ഒരു വാട്ടർ ബോട്ടിൽ വെക്കുക. ഈ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണീറ്റ് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നിടത്ത് നിന്ന് ഡിസ്ട്രാക്റ്റഡ് ആവുക ചെയ്യണേ. അപ്പോൾ അത് വേണ്ട, നിങ്ങൾ പഠിക്കുന്നിടത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് പോയി അത് എടുക്കുക, വീണ്ടും വരിക, ആ ഒരു സംഭവം ഒഴിവാക്കുക. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഈ പഠിക്കുന്ന സമയത്ത് ഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വെള്ളം കുടിച്ചില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മുടെ ബ്രെയിനിലെ 75% വാട്ടറാണ്. നമ്മുടെ ബ്രെയിനിൽ 75% വാട്ടറാണുള്ളത്. അപ്പോൾ അതിലൊരു 1 അല്ലെങ്കിൽ 2% കുറയുമ്പോൾ തന്നെ നമുക്ക് ഫറ്റീഗ് ഉണ്ടാവും, മറവി ഉണ്ടാവും, ഓർമ്മക്കുറവ് ഉണ്ടാവും, നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പെട്ടെന്ന് മറന്നു പോവും, പിന്നെ തലവേദന ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാണ്ട് നമ്മൾ നോക്കുക. ഓക്കെ. പിന്നെ നമ്മൾ വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ നമ്മുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഓക്സിജൻ്റെ അളവും നന്നായിട്ട് കുറയും. അപ്പോൾ നല്ല ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കാനായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ വാട്ടർ മെലണോ ഓറഞ്ചോ അല്ലെങ്കിൽ ക്യൂക്കുംബറോ അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ സ്നാക്കായിട്ട് കഴിക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബെസ്റ്റ് വേ ടു സ്റ്റഡി അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. എൻ്റെ ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, ഞാൻ ഉറക്കെ വായിച്ച് എഴുതി പഠിക്കുന്ന ഒരാളാണ്. ചില ആൾക്കാർ ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ചിലർ നടന്ന് പഠിക്കുന്നവരുണ്ടാവും, പിന്നെ ചിലരെന്താ ആരും കാണാണ്ട് മാറിയിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, രാത്രിയിൽ പഠിക്കുന്നവരുണ്ടാവും. പിന്നെ ചില ആൾക്കാർക്ക് എവിടെ ഇരുന്നാലും പ്രശ്നമില്ല, അവർ പഠിക്കും. അങ്ങനെ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പം നിങ്ങളുടെ ബെസ്റ്റ് വേ ഓഫ് സ്റ്റഡി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു മെത്തേഡിൽ നിങ്ങൾ പഠിക്കുക. അപ്പോൾ എല്ലാം നിങ്ങൾ നോക്കി നോക്കുക, അതിലേതാണ് നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് തോന്നുന്നത്. ഞാൻ പഠിക്കുമ്പോൾ ഞാൻ ജില്ലയിലുള്ളവരെല്ലാവരും അറിയാം, അമ്മ അതിൽ ഉറക്കെയാണ് ഞാൻ പഠിക്കുന്നത്, ഞാനെല്ലാം എഴുതിയിട്ടൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ബെസ്റ്റ് വേ ടു സ്റ്റഡി ഉണ്ട്, അത് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പഠിക്കുക. പിന്നെ ഞാൻ പഠിക്കുന്ന ഒരു ടെക്നിക്കുണ്ട്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ചേച്ചി എങ്ങനെയാണ് പഠിക്കുന്നത്, ഈ സബ്ജക്റ്റ് എങ്ങനെയാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഫാർമക്കോളജി എങ്ങനെയാണ് പഠിച്ചത്, ബയോസ്റ്റാറ്റ് എങ്ങനെയാണ് പഠിച്ചത് എന്നൊക്കെ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. കുറേ പേരെന്ന് പറയുമ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് പഠിക്കണേ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പോമഡോറോ ടെക്നിക് എന്നാണ് ആ ടെക്നിക്കിൻ്റെ പേര്. അതായത് ഒരു 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുക, 25 മിനിറ്റ് നിങ്ങൾ പഠിക്കുക, 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. ആ 25 മിനിറ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കുള്ള എല്ലാ ഡിസ്ട്രാക്ഷൻസും നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങളുടെ ഫോൺ ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിട്ടുള്ള വർത്താനം ആയിക്കോട്ടെ, എല്ലാം ഒഴിവാക്കുക. നിങ്ങൾ ആ 25 മിനിറ്റ് പഠിക്കുമ്പോൾ പഠിക്കുക, വേറെ ഒരു പരിപാടിക്കും പോകാണ്ട് ആ 25 മിനിറ്റ് നിങ്ങൾ പഠിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബ്രെയിനിനൊരു എൻഡുവറൻസ് ഉണ്ടാവും, ഇത്ര മിനിറ്റ് ഫോക്കസ്ഡ് ആയിട്ടിരിക്കാൻ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റി മനസ്സിലാക്കിയിട്ട് അത്ര മണിക്കൂർ നിങ്ങൾ പഠിക്കുക, ഇടയ്ക്കൊരു ബ്രേക്ക് എടുക്കുക. ഞാൻ 25 മിനിറ്റ്സ് പഠിക്കും, 5 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കും. അല്ലെങ്കിൽ ഹെക്റ്റിക് പോർഷൻസ് തീരാനുണ്ടെങ്കിൽ ഒരു 40 മിനിറ്റ് ഞാൻ പഠിച്ചിട്ട്
10 മിനിറ്റ് ഞാൻ ബ്രേക്ക് എടുക്കും. അങ്ങനെയാണ് ഞാൻ പഠിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പറ്റുക ആ ഒരു ഇതിൽ പഠിച്ചു പോവുക. 4 പോമഡോറോ ടെക്നിക്ക് കഴിഞ്ഞിട്ട് ടൈം കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹാഫ് ആൻ അവർ സ്ട്രെയിറ്റ് ബ്രേക്ക് എടുക്കുക. ഞാൻ അങ്ങനെയാണ് പഠിച്ചത്. ഞാൻ ബ്രേക്ക് എടുത്ത് തന്നെ പഠിച്ച ആളാണ്, അല്ല ഞാൻ കുത്തിയിരുന്ന് പഠിച്ച ആളല്ല. അപ്പോൾ നിങ്ങൾക്കും എന്നെപ്പോലെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എന്നെപ്പോലെ ഒരാൾക്ക് പഠിച്ച് പാസ്സാവാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെപ്പോലെ ഉള്ളവർക്കും എനിക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും പറ്റും. അപ്പോൾ നിങ്ങളും പഠിക്കുക, പാസ്സാവുക. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ചു, നാളെ പഠിക്കാണ്ടിരുന്നാൽ ആ ഒരു സ്ഥിരത നിങ്ങൾക്ക് ഇല്ലാണ്ടാവും. അറ്റ്ലീസ്റ്റ് എക്സാം സമയത്തെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ ലൈഫിലൊരു ഡെയിലി റൊട്ടീനായിട്ട് നിങ്ങൾ മാറ്റുക. ഓക്കെ. അതായത് ഇന്ന് നിങ്ങൾ പഠിച്ചു, നാളെ നിങ്ങൾ എപ്പോഴാണോ പഠിച്ച ആ സമയത്ത് തന്നെ പഠിക്കാൻ നോക്കുക. മറ്റന്നാളും ആ സമയത്ത് തന്നെ പഠിക്കുക, അതിൻ്റെ നാളെയും നിങ്ങൾ ആ സമയത്ത് തന്നെ പഠിക്കുക. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ ദിവസവും അതേ ടൈമിൽ ആ ഒരു മണിക്കൂർ ഗ്രാജുവലി നിങ്ങൾ ടൈം ഇൻക്രീസ് ചെയ്ത് കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കുക പഠിക്കുന്ന കാര്യത്തിൽ. ഓക്കെ. പിന്നെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇന്ന് ഞാൻ 2 ടോപ്പിക്ക് പഠിക്കുമെങ്കിൽ ആ 2 ടോപ്പിക്ക് ഏതൊക്കെയാണെന്നും എത്ര മണിക്കൂറിൽ പഠിക്കും എന്നും നിങ്ങളൊരു ഡെഡ് ലൈൻ വെച്ചിട്ട് അത് പഠിക്കുക. എന്നിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ടിക്കിട്ട് പോവുക. അങ്ങനെ ഓരോ ടോപ്പിക്സ് എഴുതുക, പഠിക്കുക, ടിക്കിട്ട് പോവുക. അതിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആവാൻ, ഇന്നലത്തേനേക്കാളും ഞാൻ ഇന്ന് കുറച്ചുകൂടെ അധികം പഠിച്ചു, അങ്ങനെ വെച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആവാനും പറ്റും. നിങ്ങൾക്ക് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനും പറ്റും. ഇന്നലത്തേനേക്കാളും ഞാൻ കുറച്ചുകൂടെ ഇന്ന് പഠിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ടൈം ടേബിൾ വെച്ചിട്ട് ടു ഡു ലിസ്റ്റ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇന്ന് പഠിച്ച കാര്യം ചിലപ്പോൾ ഒരു 3 ടോപ്പിക് അല്ലെങ്കിൽ ഒരു 4 ടോപ്പിക് നിങ്ങൾ ഇന്ന് കവർ ചെയ്തിട്ടുണ്ടാവും. എത്ര ടോപ്പിക്ക് നിങ്ങൾ കവർ ചെയ്തോ അത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു റൗണ്ട് വായിച്ചിട്ട് കിടക്കുക. നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യം നിങ്ങൾ കാണാതെ പറയുക, അങ്ങനെയൊന്നല്ല. നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങൾ ഒരു റൗണ്ട് വായിച്ചിട്ട് കിടന്നുറങ്ങുക, നന്നായിട്ട് വായിച്ചിട്ട് കിടന്നുറങ്ങുക. ഓക്കെ. റീഡ് ചെയ്യുക, കിടന്നുറങ്ങുക. പഠിച്ച കാര്യം റീഡ് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോ. ഓക്കെ. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുക, ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക, പിന്നെ പോമഡോറോ ടെക്നിക്കിൽ പഠിക്കുക, കിടക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ വായിക്കുക, നിങ്ങളുടെ ബെസ്റ്റ് സ്റ്റഡി മെത്തേഡ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കുക. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, ചോദിക്കാം, ഒരു കുഴപ്പമില്ല. എന്നെക്കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും മെസ്സേജ് അയക്കാം. അപ്പോൾ എക്സാം എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, എൻ്റെ ജൂനിയേഴ്സിനും, എൻ്റെ സീനിയേഴ്സിനും എല്ലാവർക്കും ഉള്ളിൽ നിന്ന് ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ. പിന്നെ അവരല്ലാണ്ട് എൻ്റെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഇത് കാണാനായിട്ട് വന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനും പഠിക്കാനും ഒക്കെ പറ്റട്ടെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.